വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ സെറ്റ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തോ? മുൻ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം. മാത്രമല്ല ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത് എന്ന് ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. हिंदी की प्रथम साहित्यिक रचना कौन सी है? ऑप्शन ए पृथ्वीराज रासो, ऑप्शन बी पद्मावत, ऑप्ഷൻ സി ശ്രാവകാചാർ, ഓപ്ഷൻ ഡി പ്രിയപ്രവാസ്. നോക്കൂ, അപ്പോൾ പ്രഥം എന്നുള്ള സെക്ഷൻ എപ്പോഴും ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏത് വിധ പഠിക്കുകയാണെങ്കിലും ഉപന്യാസം ആയിക്കോട്ടെ, കഹാനി ആയിക്കോട്ടെ, അതിലൊക്കെ പ്രഥം എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ശ്രാവകാചാർ ആണ്. ഓക്കെ, രസിക പ്രിയ കെ രചനാകാർ കോൻ ഹെ? ഓപ്ഷൻ എ മധുരാം, ഓപ്ഷൻ ബി കേശവദാസ്, ഓപ്ഷൻ സി രാംലീൻ, ഓപ്ഷൻ ഡി കുലപതി മിശ്ര. രസികപ്രിയ എന്നുള്ളത് കേശവദാസിന്റെ രചനയാണ്. അപ്പോൾ ഏരിയ മനസ്സിലായോ? രീതികാലിലെ രീതിബദ്, രീതിസിദ്, രീതിമുക്ത് എന്നുള്ള കവികളെ നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ക ഖ ഗ കഹാനി സംഗ്രഹ കൃതികാർ കോൻ ഹെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രവീന്ദ്ര കാലിയ. ഹിന്ദി സാഹിത്യക്ക് അന്യവിധായം എന്നുള്ള സെക്ഷനിലെ ഏതാണ്? ഉപന്യാസ്, കഹാനി, നിബന്ധ്, ആലോചന ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരിക ഉപന്യാസ്, കഹാനി എന്നുള്ള ഒരു ഏരിയ കേന്ദ്രീകരിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹിന്ദി ഗഡി ബോലി കാ പ്രഥം മഹാകാവ്യ കോൻസാ ഹെ? ഓപ്ഷൻ എ പദ്മാവത്, ഓപ്ഷൻ ബി പൃഥ്വിരാജ് രാസോ, ഓപ്ഷൻ സി പ്രിയപ്രവാസ്, ഓപ്ഷൻ ഡി സാകേത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രിയപ്രവാസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ. ഭവാനി വിലാസ് കിസ്കി രചന ഹെ? ഓപ്ഷൻ എ ദേവ്, ഓപ്ഷൻ ബി മണ്ഡൻ, ഓപ്ഷൻ സി മധുരാം, ഓപ്ഷൻ ഡി ചിന്താമണി. ഓപ്ഷൻ എ ദേവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചന്ദ്രധർ ശർമ്മ ഗുലേരി की पहली कहानी सुखमय जीवन किस पत्रिका में प्रकाशित हुई थी? ऑप्शन ए समालोचक, ऑप्शन बी भारत मित्र, ऑप्शन सी रूपाप, ऑप्ഷൻ ഡി സരസ്വതി. ഓപ്ഷൻ ബി ഭാരത് മിത്ര എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹിന്ദി സാഹിത്യ സമ്മേളൻ കാ പ്രഥം അധിവേശൻ കഹാം സമ്പन्न हुआ? എവിടെയാണ്? ഓപ്ഷൻ സി കാശി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ കാശി എന്നുള്ള പേര് എന്താ? ഫോക്കസ് ചെയ്ത് വെക്കുക, ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. बिहारी सत्से की लोकप्रियता देखकर किस विद्वान ने कहा था कि उसके समकक्ष यूरोप में कोई रचना नहीं है? करेक्ट आंसर ऑप्शन बी डॉक्टर ग्रियर्सन ആണ്. गोदान उपन्यास में पूंजीपतियों का प्रतिनिधित्व करने वाला पात्र है? ആരാണ്? ഓപ്ഷൻ ഡി ഖന്ന ആണ് ആൻസർ. അപ്പോൾ ഏതൊരു എക്സാമിനും പ്രേംചന്ദ് और उनकी रचनाएं എന്നുള്ള പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. इनमें कौन सी कहानी वृत्त विमर्श से संबंधित नहीं है? ഏതാണ്? വാപ്പസി, ചീഫ് കി ദാവത്, അബ് തോ ശാം ഹോ ഗയി എന്നുള്ളത് എന്താണ്? വൃത് വിമർശാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ഖേൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദുഃഖ്വാ മേ കാസോ കഹും മോരി സജിനി കിസ്കി കഹാനി ഹെ? ആരുടെ കഹാനിയാണ്? കഹാനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേഖകനാണ് ആര്? ചതുർസേൻ ശാസ്ത്രി. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ചതുർസേൻ ശാസ്ത്രിയാണ്. हिंदू मुस्लिम एकता और सांप्रदायिक सद्भाव को बढ़ावा देने वाला बेजेन शर्मा उग्र का उपन्यास है? ഏതാണ്? ചന്ദ് ഹസീനോ കെ ഖദൂത്ത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ചന്ദ് ഹസീനോ കെ ഖദൂത്ത്. നെക്സ്റ്റ് വൺ. इसमें कौन सी कहानी ഉദയ പ്രകാശ് की नहीं है? ഉദയ പ്രകാശ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാവുന്നത് ഏതൊക്കെയാണ്? പീലി ചതറി വാലി ലഡ്കി, ദത്താത്രേയ കാ ദുഃഖ്, പോൾ ഗോമറെ കാ സ്കൂട്ടർ. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. അപ്പോൾ ആൻസർ ഏതാണ്? നെഹി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. ज्ञान राशि के संचित कोश का नाम साहित्य है, यह किसकी मान्यता है? ऑप्शन बी महावीर प्रसाद द्विवेदी ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ओके, इनमें से कौन सी भाषा चीनी भाषा परिवार की नहीं है? ഏരിയ മനസ്സിലായോ? ഹിന്ദി ഭാഷ ഓർ ബോലി പരിവാർ എന്നുള്ള ആ ഒരു സെക്ഷനാണ്, അതുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. തമിഴ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയൊക്കെ ഏതാണ്? ചീനി ഭാഷാ പരിവാറിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഭാരതീയ ആര്യ ഭാഷാ പരിവാർ की भाषाओं का मूल स्रोत कौन सी भाषा है? നോക്കൂ, ഭാഷാ പരിവാർ എന്നുള്ള സെക്ഷനാണ്. ഏതാണ്? മൂൽ സ്രോത് എന്ന് പറയുന്നത് വൈദിക് സംസ്കൃത് ആണ്. ഓക്കെ, വൈദിക് സംസ്കൃത്. 7वीं शताब्दी के सरहपाद को
ഹിന്ദി കാ പ്രഥം കവി കിസ്നെ മാനാ ഹെ? സർഹപ്പയാണ് പ്രഥം കവി എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ആരാണ്? രാഹുൽ സാങ്കൃത്യായനാണ്. കാത്യായനിക കാവ്യസംഗ്രഹ ഹെ. അപ്പൊ കാവ്യസംഗ്രഹ് എന്നുള്ള പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സാത് ഭായിയോ കെ ബീച്ച് ചമ്പ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ചഷ്മ ശബ്ദ കാ മൂൽ സ്രോത് ക്യാ ഹെ? ചഷ്മ എന്നുള്ള സൗണ്ട് ഏതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്? ഫാസി ശബ്ദാണ് ചഷ്മ എന്നുള്ളത്. ഓർത്തു വയ്ക്കുക, ഫാസി. മോഹൻ രാകേഷ് കോൺസി പത്രിക സെ ജുഡേ ഹുए हैं? ഹിന്ദി പത്രികായം എന്നുള്ള സെക്ഷനാണ്. ഏതാണ്? സാരിക. കറക്റ്റ് ആൻസർ സാരിക എന്നുള്ളതാണ്. നൗക്കർ കി കമീസ് കിസ്ക ഉപന്യാസ് ഹെ? ആരുടേതാണ്? വിനോദ് കുമാർ ശുക്ലിന്റെ ഉപന്യാസാണ് നൗക്കർ കി കമീസ്. നെക്സ്റ്റ് വൺ, കേന്ദ്രീയ ഹിന്ദി നിദേശാലയ ദില്ലി സെ നികൽനെ വാലി പത്രിക ഹെ? അപ്പൊ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. ഹിന്ദിക്ക് പത്രികായം എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. പത്രികയുടെ പേരെന്താണ്? ഭാഷ എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും തന്നെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മാത്രമല്ല സമയം വളരെ കുറവാണ്. നമ്മുടെ CCL 15 days ടർബോ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15 ദിവസം 45 hours ലൈവ് ക്ലാസ്സും മോഡൽ എക്സാം, ഡെയിലി വർക്കൗട്ട്സ്, PYQ എല്ലാ സെക്ഷനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 9746455514 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല സെറ്റ് എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്